എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയൊരു ടീമാണ്. അവരെ നമ്മൾ 2 ടീമാക്കി മാറ്റുകയാണ്. ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ടീമാണ്. അതിലെ ആദ്യ ടീമുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്ന ടീം സുഖമാണ്. സുഖം. പൊതുവേ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികളിൽ നിന്നൊക്കെ കുറച്ചല്പം മാറി നിൽക്കുന്ന ഒരാളാണോ താങ്കൾ? ഒരു ഷൈ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കാതെ ഒന്ന് ഞാൻ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഒരു കോൺഫിഡൻസ് പൊതുവെ കുറവാണ്. പഠനത്തിലും കുറച്ച് കൂടുതലാണ്. ഓക്കെ, പേരെന്താണ്? റോഷൻ. എവിടെയാണ് സ്ഥലം? എവിടെയാണ് റോഷൻ? അമരവളിയാണ്. ശരി. എന്താണ് പഠനം? എന്താണ്? കമ്പ്യൂട്ടർ സയൻസ്. എവിടെയാണ് പഠിക്കുന്നത്? ഈസ്റ്റ് കോളേജ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. ആരുടെ ബർത്ത്ഡേ ആണ്? ആതിരയുടെ ബർത്ത്ഡേ ആണ്. ശരി, ഓക്കെ. അപ്പോൾ എത്ര മണിക്ക് എത്തി ഇവിടെ? 10 മണി. കറക്റ്റ് ടൈം എത്തിയിട്ടില്ല. ഇവരൊക്കെ മുന്നേ എത്തി, ലേറ്റ് ആയിട്ട് എത്തി. ശരി. പേരെന്താണ് ബ്രോ? മനുകൃഷ്ണ. സുഖമായിരിക്കുന്നോ? മനുവിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ കൂടുതൽ തരുന്ന ഉപദേശം എന്താണ് മനു? നന്നായിട്ട് പഠിക്കണം എന്നുള്ളത്. എല്ലാവരും ഒരേ കോളേജിൽ തന്നെയാണോ പഠിക്കുന്നത്? ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്? ഡിഫറൻസ് ആണ്. ശരി, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എവിടത്തേക്ക് പോകണം? നേരെ വീട്ടിലേക്ക്. ഭക്ഷണം വാങ്ങിച്ചരാന്ന് പറഞ്ഞില്ലേ അതിരാ? ഒരുങ്ങി വന്നേക്കുന്നതാണ് അല്ലേ? ശരി, ഓക്കെ. പ്രസുഖമായിരിക്കുന്നോ? ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണ്. താങ്കൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ അല്ലെങ്കിൽ കലാമേഖലയിൽ അങ്ങനെ എന്തെങ്കിലും? സ്പോർട്സ് ആണ്. ഓക്കെ. നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സ്പോർട്സിന് സാഹചര്യങ്ങളുണ്ടോ? ആഘോഷിക്കാറുണ്ട്. ശരി. നിങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് സ്പോർട്സ് ഐറ്റമിലാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്? അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ശരി. ഫുട്ബോളിനാണ് കൂടുതലായിട്ടും? ഓക്കെ. പേരെന്താണ് ബ്രോ? ആനന്ദ്. എവിടെയാണ് സ്ഥലം ആനന്ദിന്റെ? നെയ്യാറ്റിൻകരയാണ്. ഓക്കെ. പേരെന്താണ്? വിഷ്ണു സുന്ദേവ്. ഓക്കെ. എവിടെയാണ് സ്ഥലം? വിഷ്ണു വട്ടിയൂർക്കാവിലാണ്. ശരി. ഇവരെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു എങ്ങനെയാണ് ഒരു പോസിറ്റീവിനെ കുറിച്ചൊന്ന് പറയൂ. ഇദ്ദേഹത്തിന്റെ പോസിറ്റീവ്. എല്ലാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നിങ്ങൾ എല്ലാ ടീമായിട്ടാണ്. നിങ്ങളിപ്പോ ഈ സാധാരണ ഒരു 4 സുഹൃത്തുക്കൾ ഒത്തുകൂടി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുന്നു, അതിൽ ചാറ്റിംഗ് ഉണ്ടാവുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ നെഗറ്റീവ് എന്താണ്? ഒരു ഗ്രൂപ്പിന്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താണ്? വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു കാരണം ഇതിൽ ബഹുജനം പലവിധം എന്ന് പറയുന്നത് പൊതുവല്ലേ. നമ്മൾ ഓരോ ആൾക്കാരുടെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടാവില്ല, അത് പഠിച്ച് ഒരു കലയില്ല, പിന്നെ ടീമൊക്കെ കൂടി അത് ഒന്നിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പാട്ട് പാടുവോ? ഇല്ല. എന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാ? ബേക്കിംഗ്. എന്തൊക്കെയാണ് നിർമ്മിക്കുക? കേക്ക് കൂടുതലൊക്കെ. അപ്പോൾ കോവിഡിന്റെ സമയത്താണോ അത് ആരംഭിച്ചത്? അല്ല, മുന്നേ ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. എത്ര മണിക്കാണ് കേക്ക് കട്ടിങ്? ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. ശരി. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് കേട്ടോ. ഇതിലൊരു 10 നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്, GK അല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല. ചോദിക്കുന്നത് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ഉണ്ടാക്കിയ ഫണ്ണി ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ. ഫണ്ണി ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഫണ്ണി രീതിയിൽ ആലോചിച്ച് അതിന് ഉത്തരം എനിക്ക് വേണം. ഓക്കെ. അപ്പോൾ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞങ്ങൾ വിഘ്നേശ്വര മീഡിയ നൽകുന്ന ഒരു സമ്മാനം ഞാൻ തരും. ഓക്കെ, റെഡി? അപ്പോൾ തുടങ്ങാലോ. ഓക്കെ. അങ്ങനെ 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഫണ്ണിയാണ്, ആ രീതിയിൽ മാത്രം എടുക്കുക. ചോദ്യം: പലപ്പോഴും ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു ടീച്ചർ, അങ്ങനെയൊന്നും എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അല്ല, നമുക്കൊരു പേടിയെന്ന് തോന്നുന്ന ടീച്ചർ ആരാണ്? ടീച്ചറുടെ പേരെന്താ? വിമലശ്രീ ടീച്ചർ. എല്ലാവരും ഫ്രണ്ട്ലിയാണ്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു? ഫ്രണ്ട്ലിയാണ്. ശരി. അപ്പോൾ ചിലപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു നോട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. നമുക്കൊരു ടീച്ചർക്ക് എപ്പോഴും നോട്ടഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ഉണ്ടാവും അല്ലേ? എങ്ങനെ വന്നു കഴിഞ്ഞാലും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: ചോദ്യങ്ങൾക്കും വീടിനും പൊതുവായി കാണുന്നത് എന്താണ്? കുസൃതിയാണ്, ആ രീതിയിൽ എടുക്കുക. ചോദ്യങ്ങൾക്കും വീടിനും പൊതുവായി കാണുന്നത് എന്താണ്? കുസൃതിയാണ്, ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. ഇത് വീടിനും കാണാം, ചോദ്യങ്ങൾക്കും കാണാം. ഉത്തരം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരവുണ്ട്, വീടിന്റെ മുകൾ ഉത്തരം. റൈറ്റ് ആൻസർ. നല്ലൊരു കൈ കൊടുക്കും ഉഷാറായിട്ട്. ഉത്തരം ചോദ്യങ്ങൾക്കും വീടിനും പൊതുവായി കാണുന്നത് ഉത്തരം. ഇരടി. രണ്ടാമത്തെ ചോദ്യം: ഒരു ഇംഗ്ലീഷ് അക്ഷരം 2 പ്രാവശ്യം ഉച്ചരിച്ചാൽ മരുന്നാകുന്നത് എന്താണ്? ഒരു ഇംഗ്ലീഷ് അക്ഷരം, A to Z ഒരു ഇംഗ്ലീഷ് അക്ഷരം 2 പ്രാവശ്യം ഉച്ചരിച്ചാൽ, അതായത് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നാകും. കുസൃതിയാണ്. മരുന്നിൻ്റെ ഒരു പേരായിട്ട് മാറും.
എടാ ഭയങ്കരമായിട്ടും ചിന്തിക്കില്ലേ, ഒന്ന് ലോ ലെവലിലിറങ്ങി ചിന്തിക്ക്. അതായത് ഒരു ഇംഗ്ലീഷ് അക്ഷരം 2 പ്രാവശ്യം ഉച്ചരിച്ച് കഴിഞ്ഞാൽ മരുന്നാകും. മരുന്നിൻ്റെ ഒരു പേരായിട്ട് മാറും. കുസൃതിയാണ്. പക്ഷെ അങ്ങനെ മരുന്നിന് അതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ പറഞ്ഞോ. ഒരു ക്ലൂ വേണോ? ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലപ്പോൾ നമ്മുടെ ഒരു അപകടങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് സെൻറ്റർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ഡോക്ടർ ചിലപ്പോൾ ഇതാണ് പറയാം, ഇത് ചെയ്യുന്നതാണ് പറയാം. ആദ്യം പോയിട്ട് ഇത് ചെയ്തിട്ട് പോകാമെന്ന് പറയും. അല്ല, ഒരു ഇംഗ്ലീഷ് അക്ഷരമാണ്. ഇല്ല. ഓക്കെ, ശരി ഉത്തരം എന്ന് പറയുന്നത് ടി ആണ്. ടി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടീമായിട്ട് വേറെ എവിടെയെങ്കിലും ദൂരത്തൊക്കെ യാത്ര പോയിട്ടുണ്ടോ? എവിടെയും പോയിട്ടില്ല. അങ്ങനെയുള്ള സൗകര്യം അല്ല കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ചോദ്യം, നേരിൽ കാണുമ്പോൾ കൊമ്പില്ല എങ്കിലും കൊമ്പ് ചേർത്ത് പറയുന്നതും മനുഷ്യ ശരീരത്തിൽ കാണുന്നതുമായത് എന്താണ്? നേരിൽ കാണുമ്പോൾ കൊമ്പില്ല എങ്കിലും കൊമ്പ് ചേർത്ത് പറയുന്നതും മനുഷ്യ ശരീരത്തിൽ കാണുന്നതും. കുസൃതിയാണ്, ആ രീതിയിൽ എടുക്കണേ ദയവേത് പ്ലീസ്. അതങ്ങനെ അല്ല, ഉദ്ധരണി തെറ്റി പോകുന്നുണ്ടോ? ഇല്ല. നേരിൽ കാണുമ്പോൾ കൊമ്പില്ല എങ്കിലും എവിടേക്കോ ചിന്ത പോയോ? ഇല്ല. നേരിൽ കാണുമ്പോൾ കൊമ്പില്ല എങ്കിലും കൊമ്പ് ചേർത്ത് പറയുന്നതും മനുഷ്യ ശരീരത്തിൽ എല്ലാവർക്കും കാണില്ല കേട്ടോ. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ കാണൂ. പക്ഷെ അത് കാണാനൊരു ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. ഒരു ക്ലൂ തരാം. പുരുഷന്മാരിൽ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ എടാ നീ ചിരിക്കല്ലേ. അത് നേരിൽ കാണുമ്പോൾ കൊമ്പില്ല, പക്ഷെ കൊമ്പ് ചേർത്ത് പറയുന്നതും മനുഷ്യ ശരീരത്തിൽ കാണുന്നതും എന്താണ്? എന്ത് മീശ? കൊമ്പം മീശ. റൈറ്റ് ആൻസർ. ഒരു കൈയടിക്ക്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇത്തിരി വലിയ ചോദ്യമാണ്, പെട്ടെന്ന് സ്ഥിരം പറയാം. ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ നീളത്തിനും വീതിക്കും കണക്കായുള്ള എൻ്റെ ഇരിപ്പിടം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഇന്നും മടങ്ങിയ രീതിയിലാണ്. ടെക്നോളജി മാറ്റുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ എൻ്റെ നീളത്തിനും എൻ്റെ വീതിക്കും കണക്കായിട്ടുള്ള എൻ്റെ ഒരു ഇരിപ്പിടം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഞാനെപ്പോഴും മടങ്ങിയ രീതിയിലാണ്. കുസൃതി എൻജാതി പറഞ്ഞോ. ലാപ്ടോപ്പ് അല്ല, അതായത് ലാപ്ടോപ്പ് നമുക്ക് വെക്കാൻ വേണ്ടി ടേബിൾ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ നീളത്തിനും എൻ്റെ വീതിക്കും പറ്റിയിട്ടുള്ള ഒരു ഇരിപ്പിടം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാനിപ്പോഴും പുറത്താണ്. ഓക്കെ, സിമ്പിളാണ്. എപ്പോഴും ഞാൻ മടങ്ങിയ രീതിയിലാണ്. ഭക്ഷണം ഇഷ്ടമാണോ? ഭക്ഷണം ഇഷ്ടമല്ലേ? കഴിക്കാൻ ഇഷ്ടമാണ്. പറ. അതിൻ്റെ നീളത്തിനും വീതിയിലുള്ള ഒരു വലിയൊരു ഇരിപ്പിടം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാനിപ്പോഴും മടങ്ങിയ രീതിയിലാണ്. മസാല ദോശ. റൈറ്റ് ആൻസർ. മസാല. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മസാല ദോശ. അടുത്ത ചോദ്യം, ചിലർ വെക്കുന്നത് ചിലർ ജോലിയുടെ ഭാഗമായി എടുക്കാറുണ്ട്. എന്താണ്? പരസ്പരം നിങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ നല്ല ടീമൊക്കെ ആയിട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ചിലർ വെക്കും, ചിലർ ഇത് ജോലിയുടെ ഭാഗമായിട്ട് എടുക്കും. ചിലർ ജോലിയുടെ ഭാഗമായ ഒരു എന്താ പറയുക, ആ ഭാഗമൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്. ജോലിയുടെ ഭാഗമായിട്ട് ചിലർ എടുക്കും, ചിലർ ഇത് വെക്കാറുമുണ്ട്. പരസ്പരം ഒരു തമാശക്കാണെങ്കിലും. ഊക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു പാര. റൈറ്റ് ആൻസർ. പാര. ഓക്കെ, അടുത്ത ചോദ്യം, സൗത്ത് ഇന്ത്യക്കാർ കഴിക്കുകയും നോർത്ത് ഇന്ത്യക്കാർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന എന്താണ്? ചോർ. റൈറ്റ് ആൻസർ. സൗത്ത് ഇന്ത്യക്കാർ കഴിക്കുകയും നോർത്ത് ഇന്ത്യക്കാർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ചോറ്. 7, ഇണയില്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്തിനാണ്? ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ഇണ ദൈവം അത് പറഞ്ഞു വെച്ചതാണ് ഭൂമിയിലേക്ക് വരുമ്പോൾ. ഇണയില്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്തിനാണ്? അല്ല, കുസൃതിയാണ് ആ രീതിയിൽ. ജീവനുള്ളൊരു സാധനമല്ല. ജീവനുള്ള സാധനം അല്ല. അല്ല, ഇത് ഇണ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ കൊണ്ട് ഗുണമുള്ളൂ. ഇണ ഇല്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്താണ്? ഇണ ഇല്ലെങ്കിൽ ഗുണമില്ല. ഇത് മീൻസ് ഒറ്റക്ക് യാത്ര ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ കൂടെ ഇണയും കൂടി ഉണ്ടാവണം. കൂടെ സെയിം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്.
മൊബൈൽ ഫോൺ അല്ല. ചെരുപ്പ്. റൈറ്റ് ആൻസർ. ഇണയില്ലെങ്കിൽ ഗുണമില്ലാത്ത എന്തിനാണ് ചെരുപ്പ്? എട്ടാമത്തെ ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഓക്കെ, അടുത്ത ചോദ്യം. എട്ടാമത്തെ ചോദ്യം. എനിക്ക് ഉടലുണ്ട്, കഴുത്തുണ്ട്, തലയില്ല. എന്താണ്? ഉടലുണ്ട്, കഴുത്തുണ്ട്, പക്ഷെ തലയില്ല. കുസൃതിയാണ്, ജീവനില്ല. എനിക്ക് ഉടലുണ്ട്, കഴുത്തുണ്ട്, ഉടലുണ്ട്, കഴുത്തുണ്ട്, തലയില്ല. ഉടലുണ്ട്, കഴുത്തുണ്ട്, കഴുത്തായിട്ട് തന്നെ കാണാം. കുസൃതിയാണ്. ആ, ഉടലുണ്ട്, കഴുത്തിൻ്റെ ഒരു രൂപമില്ലേ, അങ്ങനെ, പക്ഷെ തലയില്ല. സിമ്പിളാടാ. ചിലപ്പം ഈ കഴുത്ത് കുറച്ച് നീളമുള്ളതും കാണാം, ഇത്തിരി നീളം കുറഞ്ഞതും കാണാം. ആവശ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും വലിയ വിലയുണ്ടാവില്ല. ആവശ്യത്തിന് ഇത് ഇവനാള് ശരിയല്ല. പറയൂ. അതായത് എനിക്ക് ഉടലുണ്ട്, കഴുത്തുണ്ട്, തലയില്ല. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവരും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിനെ വലിയ ഒരു എന്താ പറയുക, ആവശ്യത്തിന് ഉപയോഗിക്കാറില്ല. അത് കളയും ചിലപ്പോൾ. ചില ആൾക്കാർ ഇത് കൊണ്ടു നടക്കുകയും ചെയ്യും. ഇതിനെ പല മോഡലുകളിലും ചിലപ്പം കാണാം, പല രീതിയിൽ കാണാം, പല നിറങ്ങളിൽ കാണാം. ഉടലും കാണാം, കഴുത്തും കാണാം, പക്ഷെ അതിന് മുകളിൽ തലയുണ്ടാവില്ല. അത് ചിലപ്പോൾ പല മോഡൽ എന്ന് പറഞ്ഞാൽ പല രീതിയിലും കാണാം. അതാണ് ഇത്രയും വലിയ കൂടി ഞാൻ തോന്നുന്നു. ശരി, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് കുപ്പിയാണ്. കുപ്പി, ബോട്ടിൽ, കുപ്പി. ഓക്കെ. അടപ്പ് തലയായിട്ട് എടുത്തുകൂടി. അടപ്പ് കഴുത്ത്. ശരി, ഒമ്പതാമത്തെ ചോദ്യം കേട്ടോ. ഈയിൽ തുടങ്ങി ഈയിൽ അവസാനിക്കുന്ന ഒരു വാക്ക് നടുക്കൊരക്ഷരം മാത്രമേ ഉള്ളൂ. എന്താണ്? എലി. ഈയിൽ തുടങ്ങി ഈയിൽ അവസാനിക്കുന്ന ഐ. റൈറ്റ് ആൻസർ. ഐ ഐ ഐ ഇ വൈ ഇ ഐ. റൈറ്റ്. പത്താമത്തെ ചോദ്യം. ഇത് ഇന്ത്യയുടെ സ്വന്തമാണ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വന്തമാണ്. പക്ഷേ ഇന്ത്യയിലല്ല, മറ്റു പല രാജ്യങ്ങളിലുമാണ് ഇതിനെ കൂടുതലായിട്ടും കാണുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വന്തമാണ്, ഇന്ത്യയിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. പക്ഷേ ഇന്ത്യയുടെ സ്വന്തമാണ്. അല്ല, അതായത് ഇത് ഇന്ത്യയുടെ സ്വന്തമാണ്. പക്ഷേ ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അന്യ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലാണ്, നമുക്ക് ഗൾഫ് കൺട്രി ആയിക്കോട്ടെ, ഔട്ട് ഓഫ് എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത്. പക്ഷേ ഇന്ത്യയുടെ സ്വന്തമാണ്. അത് അല്ല, പറഞ്ഞ തെറ്റൊന്നുമില്ല കേട്ടോ. ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല. പക്ഷേ എല്ലാ രാജ്യത്തും ഇത് കാണാം. എല്ലാ രാജ്യത്തും ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടാവും എന്നുള്ളതും സംശയമാണ്. പക്ഷേ ഏതാണ്ട് അടുത്തെത്തി കേട്ടോ. ഉത്തരം ഏതാണ്ട് അടുത്തെത്തി. ഇന്ത്യയുടെ സ്വന്തമാണ്, പക്ഷേ കൂടുതലായിട്ടും മറ്റ് രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഒരു ക്ലൂ വേണോ? അതിന് ജീവനൊന്നുള്ള സംഭവമൊന്നുമല്ല. പിന്നെ ഇതൊരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞ ഏതാണ്ട് അടുത്തെത്തി. ഇന്ത്യയുടെ സ്വന്തമാണ്, ഇന്ത്യയുടെ പേരിലാണ്, പക്ഷേ കൂടുതലായിട്ട് മറ്റ് രാജ്യത്തിലാണ് കാണുന്നത്. ഇന്ത്യയിൽ അത് കാണുന്നത് കുറവാണ്. ഇല്ല, ലോ ലെവലിൽ ചിന്തിക്കാന്ന് പറയുമ്പോൾ നല്ല ലോ വരുതേ. ഇല്ല, അറിയില്ല. ഓക്കെ, അതിന് ശരി ഉത്തരം ഇന്ത്യൻ എംബസിയാണ്. ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ സ്വന്തമാണ്. പക്ഷെ അത് മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ഇന്ത്യൻ എംബസി. ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്താണ്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ജോലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കുഴപ്പമില്ല. ഒന്ന് പേര് പറഞ്ഞേ. റോഷൻ. നല്ലൊരു കൈ കൊടുത്തേ. ഞങ്ങളുടെ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത്, ഇഞ്ചോടിഞ്ചിന്റെ വിജയ് എന്ന് പറയുന്നത് റോഷനാണ്. അപ്പോൾ റോഷൻ കുഴപ്പമില്ല, നന്നായിട്ട് മത്സരിച്ചു കേട്ടോ. അപ്പോൾ റോഷന് ഞങ്ങളുടെ വിഘ്നേശ്വര മീഡിയ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. റോഷൻ തിരുമ്പി വന്നിട്ടെന്ന് സൊല്ല് അല്ലേ? ശരി, അപ്പോൾ നമ്മുടെ VMTV ന്യൂസ് ചാനൽ നൽകുന്ന വിഘ്നേശ്വര മീഡിയ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. സന്തോഷം കേട്ടോ. ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഒരുപാട് സന്തോഷം. ഇന്ത്യൻ എംബസി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റു മുഖങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.